നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. കിങ് കോഹ്ലിയും ഹിറ്റ്മാനും അടങ്ങുന്ന ഇന്ത്യയുടെ സൂപ്പർ താരങ്ങൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ബംഗ്ലാദേശുമായിട്ടുള്ള ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് സെപ്റ്റംബർ 19-നാണല്ലോ. അപ്പോൾ ഒരു നീണ്ട ബ്രേക്ക് ഉണ്ട്. ആ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഒരു പ്രിപ്പറേഷൻ എന്ന രൂപത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും അതുപോലെ സ്റ്റാർ പ്ലെയർ വിരാട് കോഹ്ലിയും അടക്കമുള്ളവർ ദുലീപ് ട്രോഫി മത്സരങ്ങൾ കളിച്ചേക്കും എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ദുലീപ് ട്രോഫിയിലെ ആദ്യ മത്സരം നടക്കുന്നത് സെപ്റ്റംബർ 5-നാണ്. അപ്പോൾ ഈ താരങ്ങൾ കൂടാതെ ശുഭ്മൻ ഗില്ല്, KL രാഹുൽ, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, യശസ്വി ജയ്സ്വാൾ, സൂര്യകുമാർ യാദവ്, കുൽദീപ് യാദവ് ഈ താരങ്ങളോട് ദുലീപ് ട്രോഫി കളിക്കാൻ വേണ്ടി BCCI ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതേസമയം ജസ്പ്രീത് ബുംറ അദ്ദേഹം കളിക്കില്ല, അദ്ദേഹത്തിന് ഒരു പ്രൊലോങ്ഡ് റെസ്റ്റ് പീരീഡ് കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിനെതിരെയുള്ള ഇന്ത്യയുടെ ടെസ്റ്റ് പരമ്പരയിൽ 2 ടെസ്റ്റുകൾ, അപ്പം അതിൽ ബുംറയെ കളിപ്പിക്കണോ എന്ന കാര്യത്തിൽ ഇനിയും ഡിസ്കഷൻ നടത്തും BCCIയുടെ സെലക്ടേഴ്സ് എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. കാരണം വരുന്ന 4 മാസങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് 10 ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കാനുണ്ട്. അതിൽ 5 ഓസ്ട്രേലിയയിലാണ്. അതുകൊണ്ട് ബുംറയെ കൂടുതൽ റെസ്റ്റ് കൊടുത്ത് സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതേസമയം മുഹമ്മദ് ഷാമി തിരികെ എത്താനുള്ള സാധ്യത ഇതാ വർദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ബംഗ്ലാദേശിനെതിരെയുള്ള സീരീസിൽ സ്പിൻ ഫ്രണ്ട്ലി പിച്ചായിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുംറയ്ക്ക് വിശ്രമം ഇനിയും തുടർന്നും കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദുലീപ് ട്രോഫിയുടെ ആ സോണൽ ഫോർമാറ്റ് മാറ്റി പുതിയ ഒരു രൂപം വരുമ്പോൾ ഇപ്പോൾ ഇന്ത്യ A, ഇന്ത്യ B, ഇന്ത്യ C, ഇന്ത്യ D ഈ രൂപത്തിൽ 4 ടീമുകൾ ഈ ഒരു ദുലീപ് ട്രോഫി കളിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. അങ്ങനെയാണ് ദുലീപ് ട്രോഫി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 4 സ്ക്വാഡുകളെ അജിത് അഗാർക്കറിൻ്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുക്കും. ഇന്ത്യ A, ഇന്ത്യ B, ഇന്ത്യ C, ഇന്ത്യ D എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇന്ത്യൻ സൂപ്പർ താരങ്ങൾ വ്യത്യസ്ത ടീമുകളിലായിട്ട് കളിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മാത്രമല്ല ദുലീപ് ട്രോഫി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അനന്തപൂരിലാണ്, ആന്ധ്രാപ്രദേശിലെ അനന്തപൂരിൽ. പക്ഷേ അങ്ങോട്ടേക്ക് എയർ ട്രാൻസ്പോർട്ടേഷൻ, അതായത് എയർ ട്രാൻസ്പോർട്ട് കണക്റ്റഡ് അല്ല. അപ്പോൾ ഈ സ്റ്റാർ പ്ലേയേഴ്സ് വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ ബംഗളൂരുവിൽ M ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടത്തിയേക്കും എന്നുകൂടി റിപ്പോർട്ട് വരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെപ്റ്റംബർ 5-നാണ് ആദ്യ റൗണ്ട് വരുന്നത്. അതായത് സെപ്റ്റംബർ 5 മുതൽ സെപ്റ്റംബർ 24 വരെയാണ് ഈ ഒരു ദുലീപ് ട്രോഫിയിൽ 6 മാച്ചസ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ബംഗ്ലാദേശിനെതിരെയുള്ള ആദ്യ മത്സരം വരുന്നത് സെപ്റ്റംബർ 19-നാണ്. അതിനിടയിൽ വരും. അപ്പോൾ താരങ്ങൾ ഏത് റൗണ്ടിൽ കളിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഫസ്റ്റ് റൗണ്ടോ സെക്കൻഡ് റൗണ്ടോ ഏതാണ് കളിക്കുക എന്ന് ഉറപ്പില്ലെങ്കിലും ഇപ്പോൾ സെപ്റ്റംബർ 12, 5 മുതൽ സെപ്റ്റംബർ 12 വരെയൊക്കെ ആദ്യ റൗണ്ട് വരും. 5 മുതൽ 10 വരെ ആദ്യ റൗണ്ട് വരും. പിന്നെ സെപ്റ്റംബർ 12-നാണ് രണ്ടാമത്തെ ഒരു റൗണ്ട് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് കളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ബംഗ്ലാദേശ് പര്യടനത്തിന് തൊട്ട് മുമ്പ് മാത്രമേ അത് അവസാനിക്കുകയുള്ളൂ. മാത്രമല്ല ചെന്നൈയിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാനുള്ള പ്ലാൻ കൂടി BCCIക്കുണ്ട് ടെസ്റ്റ് സീരീസിന് മുന്നോടിയായിട്ട്. അങ്ങനെയെങ്കിൽ ആദ്യ റൗണ്ട് മത്സരത്തിൽ തന്നെ ഇന്ത്യയുടെ പ്രധാന താരങ്ങൾ ദുലീപ് ട്രോഫി കളിച്ചേക്കും എന്നുകൂടി ഇപ്പോൾ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണിത്. നേരത്തെ തന്നെ BCCIയുടെ സെക്രട്ടറി പറഞ്ഞിരുന്നു, കോഹ്ലിയും രോഹിത്തും ഒഴികെയുള്ള എല്ലാ ഇന്ത്യൻ താരങ്ങളും ഡൊമസ്റ്റിക് മത്സരങ്ങൾ കളിക്കാൻ അവൈലബിൾ ആയിരിക്കണം എന്നുള്ളത്. ഇനി ഇതിലൊരു കാര്യം കൂടിയുണ്ട്, ഇഷാൻ കിഷനെ പരിഗണിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഇഷാൻ കിഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം ഈ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ഒന്നും കളിക്കാത്തതുകൊണ്ട് അതായത് ദേശീയ ടീമിലേക്ക് പരിഗണിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇഷാൻ കിഷൻ ഇപ്പോൾ മടങ്ങിയെത്തുന്നു. അപ്പോൾ അദ്ദേഹത്തെ ദുലീപ് ട്രോഫിക്ക് പരിഗണിക്കാനുള്ള സാധ്യത കൂടി ഇതോടൊപ്പം തന്നെ നമ്മൾ കാണണം. പിന്നെയുള്ള ചോദ്യം പൂജാര ആൻഡ് അജിങ്ക്യ രഹാനെ എന്നുള്ളതാണ്. അജിങ്ക്യ രഹാനക്കും പൂജാരക്കും, ചേതേശ്വർ പൂജാരക്കും അവസരങ്ങൾ ലഭിക്കില്ല എന്നുകൂടി ഇപ്പോൾ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ടിലുണ്ട്. അതിൻ്റെ ഒരു കാരണം പറയുന്നത്, ഇപ്പോൾ അജിങ്ക്യ രഹാനെ മുംബൈയെ കഴിഞ്ഞ രഞ്ജി ട്രോഫി വിജയത്തിലേക്കൊക്കെ നയിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല. അതേസമയം പൂജാര മോശമല്ലാത്ത പ്രകടനം ബാറ്റ് കൊണ്ട് ഇപ്പോഴും നടത്തുന്നുണ്ടെങ്കിലും യുവതാരങ്ങളായിട്ടുള്ള സർഫ്രാസ്
ധ്രുവ് ജുറൽ എന്നിവർ നന്നായി കളിക്കുന്നുണ്ട്. അവർക്ക് ഈ 2 താരങ്ങളുടെ ആ ഒരു സ്പോട്ട് ഫില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് BCCIയുടെ സെലക്ടേഴ്സ് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നോ പൂജാര നോ രഹാനെ എന്നുള്ളതാണ് എക്സ്പ്രസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞത്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ രോഹിത്തും കോഹ്ലിയും ലൈക്ലി ടു പ്ലേ, കളിക്കാനുള്ള സാധ്യതയുണ്ട്. ഗില്ല്, രാഹുൽ, അക്സർ, ജഡേജ, ജയ്സ്വാൾ, സൂര്യ, കുൽദീപ് ഇവരോട് മത്സരങ്ങൾ കളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ A-B-C-D എന്ന രൂപത്തിലായിരിക്കും ടൂർണമെന്റിൽ 4 ടീമുകളായിട്ട് പങ്കെടുക്കുക. ഇഷാൻ കിഷനെ ഉൾപ്പെടുത്തിയേക്കും. അതേസമയം ചേതേശ്വർ പൂജാരക്കും അജിങ്ക്യ രഹാനെക്കും സാധ്യതയില്ല. BCCI ആദ്യ റൗണ്ട് മത്സരം ബംഗളൂരുവിൽ നടത്താനാണ് ഇപ്പോൾ പ്ലാൻ ഇടുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.